സുഹൃത്തുക്കളെ, ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അക്ഷരാർത്ഥത്തിൽ രാജ്യം ഞെട്ടാൻ പോവുകയാണ്. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിനുള്ളിൽ നടക്കാൻ പോകുന്ന അഴിച്ചുപണിയെ പറ്റിയാണ്. വലിയ രീതിയിലുള്ള ഒരു ക്യാബിനറ്റ് അഴിച്ചുപണി നരേന്ദ്രമോദി നടത്താൻ പോവുകയാണ്. ഈ ക്യാബിനറ്റ് അഴിച്ചുപണി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നതിന് പ്രധാന കാരണം ഈ അടുത്ത ഇലയ്ക്കായിട്ട് ഈ ജൻസികളുടെ, അതായത് ഡൽഹിയിലെ പാറ്റ സമരത്തോടനുബന്ധിച്ച് ജൻസികളുടെ പേരിൽ പ്രതിപക്ഷം ഈ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള രീതിയിലുള്ള നേരറ്റിവ്സും അതിനുള്ള ഒത്താശകളും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അച്ഛനെ അമ്മയെ ഉൾപ്പെടെ അപമാനിക്കുന്നതിനൊപ്പം പാർലമെന്റ് വരെ കത്തിക്കും എന്ന് പറയുന്ന രാജ്യത്തെ ജൻസി, അതായത് പുതിയ തലമുറയുടെ പ്രതിനിധി ഇവരാണെന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം നടന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? രാജ്യം മുഴുവൻ ഇവർക്കെതിരെ, ഈ രാജ്യദ്രോഹികളെല്ലാം കാരാഗ്രഹത്തിൽ അടയ്ക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതല്ലേ? ഇവർക്കെതിരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം നടപടിയെടുക്കണം, ഇവനെയൊക്കെ തിഹാർ ജയിലിൽ തള്ളണം എന്ന് നമ്മൾ ഉൾപ്പെടെ പലരും പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും നരേന്ദ്രമോദി സംയമനത്തിന്റെ പാതയാണ്. അവർ പിള്ളേരല്ലേ, പോട്ടെ, വിട്ടുകളെ എന്ന് പറഞ്ഞു. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യനെ സംബന്ധിച്ച് വെറുതെ എരുതിയിൽ എണ്ണയൊഴിച്ച് ഇനിയും പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കരുതെന്ന് മനസ്സിലാക്കാനുള്ള മൂള അദ്ദേഹത്തിന്റെ തലയ്ക്കകത്തുണ്ട്. നമ്മുടെ പ്രതിപക്ഷത്തെ രാജകുമാരനെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച് അച്ഛന്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെ അച്ഛന്റെയും എല്ലാം പൈതൃകത്തിന്റെ പേരിൽ കയറി ടീഷർട്ട് വിട്ട് പാർലമെന്റിലിരിക്കുന്ന ആളല്ലോ നരേന്ദ്രമോദി. 13ാമത്തെ വയസ്സ് മുതൽ ജനങ്ങളുമായിട്ട് അടുത്ത് പ്രവർത്തിച്ച്, ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച്, സമൂഹത്തിനിടയിൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒന്നുമല്ലാതിരുന്ന കാലത്താണ് നരേന്ദ്രമോദി 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത്. ഇപ്പൊ 25 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ. അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു, രാജ്യത്ത് ഈ ജൻസി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തെരുവിൽ കിടന്ന് ഈ വൃത്തികേട് കാണിക്കുന്നത് വളരെ ഒരു മൈനോറിറ്റിയാണ്, വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ ഇതൊരു കാട്ടുതീ പോലെ പടരാനായിട്ട്, അതായത് ചെറുപ്പക്കാരുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലാണ്, അവരുടെ സൈക്കോളജി ആ രീതിയിലാണ്. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് കണ്ട് അതിൽ മതിമയങ്ങി പോകും. അപ്പോൾ അവരെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ മുന്നിൽ സത്യങ്ങൾ നിരത്തി അവരെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലാതെ കുറെ പേരെ പിടിച്ച് ജയിലിൽ ഇടുന്നതൊക്കെ ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന, ഇപ്പൊ തെരുവിലിറങ്ങാത്ത വീട്ടിലിരിക്കുന്ന കുട്ടികളെ വരെ നെഗറ്റീവായിട്ട് മാത്രമേ സ്വാധീനിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന അടുത്ത ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള ക്യാബിനറ്റ് അഴിച്ചുപണി അദ്ദേഹം നടത്തുകയാണ്. 2-3 പ്രധാന കാര്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള. ഒന്ന്, ഈ ജൻസി പ്രശ്നം, അതായത് യുവാക്കളെ കയ്യിലെടുക്കാനുള്ള ചില നീക്കങ്ങൾ. ക്യാബിനറ്റിൽ ഇനി 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കൂടുതലായിട്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശ്രീ നരേന്ദ്രമോദി നടത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴൊക്കെ 90 കഴിഞ്ഞ ആളുകൾ വരെ ക്യാബിനറ്റിൽ ഇരുന്ന് സുഖമായിട്ടിരുന്ന് നാട്ടുകാരുടെ ചെലവിൽ സുഖമായിട്ട് ജീവിക്കുക. അവരെ കൊണ്ടൊന്നും അവരുടെ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 0-ആണ്. 10% പോലും അവരുടെ മെന്റൽ കേപ്പബിലിറ്റീസ് എല്ലാം അവസാനിച്ച് ആവാൻ നേരത്തെ ആകാശത്തേക്ക് 3 വെടിയും പൊട്ടിച്ച് ത്രിവർണ്ണ പതാക പൊതച്ച് കുഴിയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ച് ചെറുപ്പക്കാരായ ആളുകളെ ഭരണതലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു. രണ്ടാമതായിട്ട് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ വനിതാ സംവരണ ബില്ല്, അതിനെ അട്ടിമറിക്കാനായിട്ട് എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണി, ഭയങ്കര വനിതാ സ്നേഹികളാണ് കേട്ടോ, ഇന്ത്യ മുന്നണി ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. കൃത്യമായിട്ട് ബംഗാളിൽ നരേന്ദ്രമോദി അതിനുള്ള പണിയാണ് നമ്മൾ മമതാ ദീദിക്ക് കൊടുത്തത്. മമതാ ദീദി ഒരു സ്ത്രീ ആയിട്ട് കൂടി വനിതാ സംവരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കാരണം ഇവർക്കെല്ലാം അന്ധമായ മോദി വിരോധം മാത്രമേ ഉള്ളൂ, അല്ലാതെ ജനങ്ങളുടെ നന്മയോ വനിതാക്ഷേമോ ഒന്നും ഇവരുടെ പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ അട്ടിമറിക്കാനായിട്ട് ഇവർ ശ്രമിച്ചപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ ഈ ക്യാബിനറ്റിനുള്ളിലെ സ്ത്രീകളുടെ വനിതാ പ്രാതിനിധ്യം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പേരെല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നില്ല. അവർ കേന്ദ്രമന്ത്രിയാവും, അവരാവുകയോ ആവാതിരിക്കുക, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കാര്യശേഷിയുള്ള സ്ത്രീകളെ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റ് ഉൾപ്പെടെ അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാളിതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഒരു ക്യാബിനറ്റായിട്ട് മോദി 3.0
നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ മന്ത്രിസഭ ഇപ്പോൾ മാറാൻ പോവുകയാണ്. ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കെ കാമരാജ്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കെ കാമരാജ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. കാമരാജ് പ്ലാൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരുന്നു. ഒന്ന്, ചെറുപ്പക്കാരെ വിശ്വാസത്തിലെടുക്കുക. ചെറുപ്പക്കാർക്ക് ഈ പാർട്ടിക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഉണ്ടാകും. ഈ അപ്പൂപ്പന്മാരെല്ലാം മരിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് അവസരമുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാവരുത്. അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ സേവനം, അതായത് പാർട്ടിയെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളർത്താനായിട്ട് ഈ അനുഭവസമ്പന്നരായ, പരിചയസമ്പന്നരായ ഈ നേതാക്കന്മാരെ വേണം. അപ്പോൾ അവരെല്ലാം മന്ത്രിസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ അടിത്തട്ടിലുള്ള വളർച്ചയെ ബാധിക്കുമെന്നുള്ളതായിരുന്നു കാമരാജിന്റെ അന്നത്തെ പ്രപ്പോസൽ. അതുകൊണ്ട് ഈ സീനിയർ നേതാക്കന്മാരുടെ സേവനം, അവരുടെ അനുഭവ പരിജ്ഞാനം പാർട്ടിയെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളർത്താനായിട്ട് ഉപയോഗിക്കുക. ചെറുപ്പക്കാരെ മന്ത്രിസഭകളിലും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലും എല്ലാം കൊണ്ടുവന്ന് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, അതായത് ഭരണ പരിചയം ഉണ്ടാക്കി. കാരണം അവരല്ലേ ഇനി നാളെ നാടിനെ നയിക്കേണ്ടത് മുന്നോട്ട്, അവരെല്ലാം അല്ലേ ഭരിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള വളർച്ചയും ആ രീതിയിലുള്ള അനുഭവ പരിജ്ഞാനവും ഉണ്ടാക്കി കൊടുക്കുക. ഇതായിരുന്നു കാമരാജ് പ്ലാൻ. ഇത് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലത് രാഷ്ട്രീയ എതിരാളികൾ ചെയ്താലും അതിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ കോമൺ സെൻസും നരേന്ദ്രമോദിയുടെ അനുഭവ പരിചയവും അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ രാഹുൽജി ചെയ്യുന്നത് പോലെ നരേന്ദ്രമോദി എങ്ങോട്ട് തിരിഞ്ഞാലും തെറ്റ്, എന്ത് ചെയ്താലും തെറ്റ്, എന്ത് പറഞ്ഞാലും തെറ്റെന്നുള്ള അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യമല്ല, കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളെല്ലാം ഞെട്ടാൻ തയ്യാറായിക്കൊള്ളൂ. അടുത്ത ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ മോദി സർക്കാർ വലിയ രീതിയിലുള്ള ക്യാബിനറ്റിൽ അഴിച്ചുപണി നരേന്ദ്രമോദി നടത്തും. ചെറുപ്പക്കാരായിട്ടുള്ള മന്ത്രിമാർ വരും. ഒപ്പം വലിയ രീതിയിലുള്ള, ഇന്ത്യ ഇതുവരെ കാണാത്ത രീതിയിൽ വനിതാ പ്രാതിനിധ്യമുള്ള ഒരു മന്ത്രിസഭയായിട്ട് നരേന്ദ്രമോദി മന്ത്രിസഭ മാറാൻ പോവുകയാണ്. നാരി ശക്തി എന്ന് പറയുന്ന ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വെറുതെ ഒരു വാചക കസർത്ത് മാത്രമല്ല എന്നുള്ള കാര്യം വൈകാതെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു. ജയ് ഹിന്ദ്.